ശ്രീപ്രിയ എന്ന പേരിൽ ഇവിടെ ആരെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അല്ല, അവരുടെ ആരെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കി. പേഷ്യന്റിന്റെ പേരും അഡ്രസ്സും ഇല്ലാതെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. എന്റെ കാർ അടിച്ചെന്റെ പേരുള്ള ബില്ല് പാസ്സാക്കി എടുക്കാൻ. എക്സ്ക്യൂസ് മീ, ആരുണ്ടാക്കിയെന്ന്? റൂം നമ്പർ 402. 4th ഫ്ലോർ. ഗോ സ്ട്രേറ്റ് ആൻഡ് ടേൺ റൈറ്റ്. ലിഫ്റ്റ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. വെൽക്കം. ഇതുപോലൊക്കെ എന്നോടും പറഞ്ഞൂടെ? താൻ പോയി ആളെ കണ്ടുപിടിക്കണോ? അന്വേഷണം ഇവിടെ എഴുതി വെച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ചോണ്ടോ? വേണ്ട, കളിക്കല്ലേ. നീ അമ്മയുടെ അടുത്ത് തന്നെ നിക്കണം കേട്ടോ. എന്താ? ഏയ് ഒന്നുമില്ല. അതെ, നിങ്ങൾക്കും തിരക്കുണ്ട്, എനിക്കും തിരക്കുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുടെ മുഖച്ഛായ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് ഇപ്പോ എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. ഓക്കെ. ആ ദാ ഓറഞ്ച് ഡ്രസ് ഇട്ട് പോണ കുട്ടിയില്ലേ, അതുപോലെ ഇരിക്കും. അത് തന്നെയല്ലേ? നോക്കിയേ, അത് തന്നെയല്ലേ? മാഡം, മാഡം, വണ്ടി സൂക്ഷിച്ച് ഓടിച്ചൂടെ? തനിക്ക് സൂക്ഷിച്ച് ഓടിക്കൂടെ? വെള്ളം വെള്ളമിട്ട് വീൽ ചെയർ തള്ളുന്നവനും ഡ്രൈവറാന്ന വിചാരം. മാഡം, 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 മാഡം. ഹലോ, ഹലോ. വേണ്ട, ഒന്നും പറയണ്ട. ആ മൊബൈൽ ഒന്ന് എടുത്തു നോക്കിയേ, എത്ര മിസ് കോൾ ഉണ്ടെന്ന്. സോറി യാർ, ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നില്ലേ. എനിക്കൊരു എക്സ്ക്യൂസും കേൾക്കണ്ട. ഡോണ്ട് ബി സില്ലി. ലുക്ക്, ഞാൻ തനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രം സിഡ്നി. ഹേയ്, ഇപ്പൊ തരില്ല. വാശി പിടിക്കരുത്, ഞാൻ ഇപ്പൊ തരില്ല. ഞാൻ തരില്ല. മാഡം, ശവത്തെ കുത്തി ചാടുന്നോടാ. സോറി, വേദന എടുത്തോ? ശവം ഞാൻ അറിഞ്ഞില്ല കേട്ടോ. സോറി. വേണ്ട, ആണെങ്കിൽ വേണ്ട. മാഡം ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തേ. പോയോ? പെണങ്ങല്ലേ? ദാ. മാഡം, അയ്യോ, ഓക്സിജൻ കൊടുത്തോണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. ചമ്മി ഞാൻ. അയ്യോ, നീ വന്നോ? വാ. അയ്യോ, മാഡം, ആ മാഡം പിന്നെ പോയി. മിസ്സസ് വിശ്വനാഥന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. Yes, Dad. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നീയുമായി ഡിസ്കസ് ചെയ്യാനാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അതായത് നീയും ആ കുട്ടിയില്ലേ ലിഫ്റ്റ് കെട്ടിപ്പിടിച്ച് അതാരാ? ആരെയാണ്? എനിക്കറിയില്ല. എന്താ വേണ്ട? അറിയില്ല. നിനക്ക് എന്താ വേണ്ടത്? എന്താടാ? പോടാ പോടാ. ആരോട് ചോദിക്കുന്നത്? ഹലോ 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 ഹലോ, ഇവിടെ താങ്കൾ ഈ വീട്ടിൽ ആരാ? ആരാ? അത് ശരി, അത് എന്നോടാണോ ചോദിക്കുന്നത്? അതല്ലടോ, താൻ ആരാണെന്ന്. ഓ, ഞാൻ ഇവിടുത്തെ പ്രിയ മാഡത്തിനെ ഒന്ന് കാണാൻ വേണ്ടി വന്ന. എന്തിന്? കുറച്ച് കാശ് തരാനുണ്ടായിരുന്നു. ആ തന്നൊക്കെ ഞാൻ കൊടുത്തു. അങ്ങോട്ടല്ല, ഇങ്ങോട്ടാ തരാനുള്ളത്. അത് ശരി, ഇങ്ങോട്ട് തരാനുള്ളതൊന്നും കേക്കില്ലല്ലേ? പോയി വിളിച്ചോണ്ടോടാ സോഡ ഗ്ലാസേ. സാറേ, പ്രിയ മോള് കാശ് കൊടുക്കാണെന്ന് പറഞ്ഞ് ഏതോ പേക്കണാക്കാൻ വന്നിരിക്കുന്നത്. ഈ നാട്ടിൽ അങ്ങനെയൊക്കെ തന്നെ. ഇനി ഇദ്ദേഹം ആരാണാവോ? ആരാ? അത് ശരി, ഈ വീട്ടിലുള്ളവർക്ക് തമ്മി ആരാന്നറിയില്ലേ? പ്രിയ മോളുടെ പപ്പയാ. സോറി പപ്പ സാർ, ആ പ്രിയ മാഡത്തിനെ ഒന്ന് വിളിക്കൂ. ശ്രീകുട്ടി, എന്താ പപ്പ? ആ, ഈ മോന്തായി എവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട് ഓർമ്മിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? ഒന്നുകൂടി ഓർത്തു നോക്കിയേ. ഇല്ല, നല്ല ഓർമ്മ കിട്ടുന്നില്ല. അയ്യോ, ഓർമ്മയില്ലേ? ഓർമ്മയില്ലാത്ത കുട്ടിയാണോ സാറിന്റെ മോള്? താൻ കാര്യം പറ. മിനിഞ്ഞാന്ന് പട്ടാപ്പകല് നടു റോട്ടിൽ വെച്ച് എന്നെ ഡൈവേഴ്സ് ചെയ്തിട്ട് മുങ്ങിയത് മറന്നോ മാഡം? ഇയാൾക്ക് എന്താ വട്ടാണോ? എടോ, താൻ പോലീസിനെ വിളിക്കണോ? പോലീസാ? എന്തിനാ പോലീസിനെ വിളിക്കുന്നത്? പോലീസ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക? നമുക്കിത് കോംപ്രമൈസ് ചെയ്ത് തീർത്തൂടെ? എന്റെ പൊന്ന് സാറേ, മിനിഞ്ഞാന്ന് സാറിന്റെ പുന്നാര മോള് എയർപോർട്ടിൽ വന്ന് എന്റെ ടാക്സി പിടിച്ചു. വെറും 50 മൈൽ സ്പീഡിൽ വണ്ടി ഓടിച്ചിരുന്ന എന്നെ കൊണ്ട് 100 മൈൽ സ്പീഡിൽ വണ്ടി ഓടിപ്പിച്ചു. സിഗ്നൽ തെറ്റി എന്റെ വണ്ടി ഒരു ഓട്ടോ കെട്ടിടിച്ചു. നാട്ടുകാർ എന്നെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്ന സമയത്ത് സാറിന്റെ മനസാക്ഷിയില്ലാത്ത മോള് വേറൊരു വണ്ടി കയറി പോകുന്നത് ഞാൻ കണ്ടു. ദാ ഇത് കണ്ടോ? പാവപ്പെട്ട എനിക്ക് വർക്ക്ഷോപ്പിൽ നിന്നാ ഈ പണക്കാർക്ക് കൊടുക്കണ ബില്ല്. വണ്ടി വാടക തന്നില്ലേലും വേണ്ട, അത് അവിടെ നിന്ന് ഇറക്കി തന്നാ മതി. തെറ്റ് എന്റെ ഭാഗത്താ പപ്പ. അമ്മയെ കാണാനുള്ള ധൃതിയിൽ ഞാൻ. സാരമില്ല മോളെ. ആ അബു, ഏതാ വർഷാപ്പെന്ന് വെച്ചാ ബില്ലടിച്ചേക്ക്. സാറും സാറിന്റെ മോളും ഇത്ര നല്ലവരാന്ന് ഞാൻ അറിഞ്ഞില്ലട്ടോ സാറേ. ഇനി എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നല്ല സാറേ. അല്ല,
എന്റെ വണ്ടി ഇറങ്ങാൻ എന്തായാലും 2 മാസം സമയം എടുക്കും. അതുവരെ ഞാൻ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം. പ്ലീസ്. ഇയാളാള് കൊള്ളാലോ. ശ്രീ, നമുക്ക് ഇയാള് നമ്മുടെ എസ്റ്റേറ്റിന്റെ ജനറൽ മാനേജർ ആക്കിയാലോ? ജനറൽ മാനേജർ എന്നൊക്കെ പറയുമ്പോ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്ത് വൃത്തിയായിട്ട് പണിയാനും തയ്യാറാ സാറേ. നീ ഏതുവരെ പഠിച്ചു? ഒന്നും പഠിച്ചില്ല. അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും കാല് പിടിക്കാൻ വരുമോ? പിന്നെ ജീവിക്കാൻ വേണ്ടി അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. കേക്കട്ടെ കേക്കട്ടെ. ടാക്സി 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 എസി ടാക്സി സർ, കംഫർട്ടബിൾ സീറ്റ്സ്, എക്സലന്റ് മ്യൂസിക് സർ, സൂപ്പർ ഡ്രൈവിംഗ് സർ, സ്മാർട്ട് ഡ്രൈവർ സർ, വെരി ചീപ്പ് സർ, ടാക്സി ടാക്സി ടാക്സി. ഇത് തന്നെ ഒരു 5-6 മാസം കൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചാ സാറേ. ഇവനാള് സ്മാർട്ട് ആണല്ലോ. ഇവനിപ്പോ നമ്മൾ എന്ത് പണി കൊടുക്കും? ഇവൻ എന്ത് പണി കൊടുക്കാനാ? ഇവൻ നമുക്കിട്ട് പണിയില്ലേ? ഞാൻ ഒന്നാമതിന് ഡ്രൈവറാണ് സാർ. കണ്ട, എനിക്കിട്ട് പണി കിട്ടി. ഡ്രൈവർ പണി മാത്രമല്ല, ഞാൻ അടുക്കളയിൽ നന്നിട്ട് പണിയെടുക്കും സാർ. വേലക്കാരി ജാനുവിനും പണി കിട്ടി. സാറി പുരാവസ്തുവിനൊക്കെ റെസ്റ്റ് കൊടുക്ക്. ബാക്കി നീ ഞാൻ എന്താ ഏറ്റു. വിളിച്ചത്? പുരാവസ്തു എന്നാ? അത് കേട്ടല്ലേ? എടാ, കണ്ണിനൊരു ഇച്ചിരി കാഴ്ചക്കുറവും ചെവിക്ക് കേൾവിക്കുറവ് ഒഴിച്ച് ഒരു ഡ്രൈവറാകാൻ എനിക്ക് ഒരു കുറവില്ലടാ. ഇല്ല ഇല്ല, പിന്നിലുള്ള വണ്ടി എത്ര ഹോൺ അടിച്ച് ബഹളം ഉണ്ടാക്കിയാലും അബൂക്ക് അറിയില്ല. അതെ, കേട്ടില്ലെങ്കിൽ എന്താ മോള്, പുറകില് മുട്ടും പറയുന്നുണ്ടല്ലോ. പെൻഷൻ പ്രായമൊക്കെ കഴിഞ്ഞ് തല വെളുത്തു തുടങ്ങിയില്ലേ? ഇനിയെങ്കിലും യുവതലമുറയ്ക്കൊന്ന് വഴിമാറി തന്നൂടെ? തല വെളുത്തതാണ് പ്രശ്നം. ആനയുടെ കൊമ്പ് വെളുത്തത് ആനക്ക് പ്രായമായിട്ടാ. വേണ്ട. കുറച്ച് ദിവസം നിന്ന് നോക്കട്ടോ തന്റെ കൂടെ. തനിക്ക് കുറച്ച് റെസ്റ്റും ആവും. താൻ ഐശ്വര്യായിട്ട് ആ കീ അങ്ങ് കൊടുത്തേ. ഓ, ഇത്രയും പെട്ടെന്ന് ജോലി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. പാണ്ടി വണ്ടികൾ ഒരുപാടുള്ള റോഡാ. അല്ലാ, വണ്ടിക്ക് മാത്രം ഒന്നും പറ്റല്ലേ. അൽഹംദുലില്ലാ.